നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏറ്റവും അതിപ്രധാനമായ ഒരു വാർത്തയാണ്, ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇടുക്കിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇടുക്കി നീണ്ടപാറയിൽ KSRTC ബസ് 40 അടി താഴ്ചയിലേക്ക് മറിഞ്ഞ് ഒരു മരണം. വിദ്യാർത്ഥിനിയാണ് മരിച്ചത്. 20 വയസ്സുള്ള അനീറ്റ എന്ന പെൺകുട്ടിയാണ് മരിച്ചിരിക്കുന്നത്. 20ഓളം പേർക്ക് നിസാര പരിക്കുകളുണ്ട്. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് ഈ അപകടമുണ്ടായത്. കട്ടപ്പനയിൽ നിന്നും എറണാകുളത്തേക്ക് പോവുകയായിരുന്ന ബസ്സാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. അപകടത്തിൽപ്പെട്ടവരെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബസിന്റെ അടിയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു അനീറ്റയെ രക്ഷിക്കാൻ ഒരുപാട് സമയമെടുത്തു. വലിയൊരു ദുരന്തം തന്നെയാണ് ഇടുക്കിയിൽ സംഭവിച്ചിരിക്കുന്നത്. ബസ്സിനടിയിൽ കുടുങ്ങിയ മറ്റുള്ളവരെ കോതമംഗലം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുണ്ടായി. ബസ് ഡിവൈഡറിൽ ഇടിച്ച് നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിഞ്ഞു എന്നാണ് വിവരം. ക്രെയിൻ ഉപയോഗിച്ച് ബസ് ഉയർത്തിയ ശേഷമാണ് യാത്രക്കാരെ ആശുപത്രിയിൽ എത്തിച്ചത്. ഡിവൈഡറിൽ ഇടിച്ച ബസ് താഴേക്ക് മറിയുകയായിരുന്നു. ബസ്സിനടിയിലാണ് ഈ പെൺകുട്ടി കുടുങ്ങിപ്പോയത്. പരിക്കേറ്റ യാത്രക്കാരെ കോതമംഗലത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 18 പേർ ചികിത്സയിലുണ്ട്. രാവിലെ 11 മണിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു അപകടം, നിയന്ത്രണം നഷ്ടപ്പെട്ട് ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞ് അപകടമുണ്ടായത്. ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞതോടെ ബസ്സിനകത്തുണ്ടായിരുന്ന പെൺകുട്ടി തെറിച്ച് പുറത്തേക്ക് വീഴുകയും ദേഹത്തുകൂടി ബസ്സിന്റെ ടയർ കയറി ഇറങ്ങുകയുമായിരുന്നു എന്നാണ് വിവരം. റോഡ് സൈഡിലെ ക്രഷ് ബാരിയറിൽ ഇടിച്ചു കയറിയ ബസ് ഒരുപാട് അടി താഴ്ചയിലേക്കാണ് പതിച്ചത്. ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തിയ ശേഷമാണ് കുട്ടിയെ പുറത്തെടുക്കാൻ സാധിച്ചത്. അതിവേദനാജനകവും അതുപോലെ തന്നെ വളരെ ഭയം ഉയർത്തുന്നതുമായ ഒരു അപകടമാണ് സംഭവിച്ചിരിക്കുന്നത്. അതേസമയം ഈയിടയ്ക്ക് മൂന്നാറുണ്ടായ ഒരു അപകടവും ഏറ്റവും ഭയാനകമാണ്. വിനോദസഞ്ചാരത്തിനെത്തിയ കോളേജ് വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബസ് മറിഞ്ഞ് 3 പേർ മരിച്ചു. 36 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരമായിരുന്നു. വലിയൊരു അപകടമാണ് അന്ന് സംഭവിച്ചത്. പരിക്കുകളോടെ ചിലർ രക്ഷപ്പെടുകയുണ്ടായി. 2-ന് മാട്ടുപ്പെട്ടി എക്കോ പോയിന്റിന് സമീപമാണ് അപകടമുണ്ടായത്. മാട്ടുപ്പെട്ടിയിൽ നിന്ന് കുണ്ടള ഡാം കാണാൻ പോകുന്നതിനിടെ നിയന്ത്രണം വിട്ട ബസ് മറിയുകയായിരുന്നു. ബസ് അമിത വേഗത്തിലായിരുന്നെന്നും മറിയുന്നതിനിടെ ബസ്സിൽ നിന്ന് തെറിച്ചു വീണവരാണ് മരിച്ചതെന്നും ദൃക്സാക്ഷികൾ പറഞ്ഞു. 37 വിദ്യാർത്ഥികളും 3 അധ്യാപകരും 1 കുട്ടിയും ഡ്രൈവറും ഉൾപ്പെടെ 42 പേരാണ് ബസ്സിലുണ്ടായിരുന്നത്. മാത്രമല്ല, കണ്ണൂർ കൊയ്യത്ത് ഈയിടയ്ക്ക് സ്കൂൾ ബസ് മറിഞ്ഞ് വിദ്യാർത്ഥികൾക്കടക്കം പരിക്ക് പറ്റുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. മർക്കസ് സ്കൂളിന്റെ ബസ്സായിരുന്നു തലകീഴായി മറിഞ്ഞത്. കുട്ടികളടക്കം 20ഓളം പേർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ മയിലിലെയും കണ്ണൂരിലെയും ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരുന്നു. വളവിൽ വെച്ച് നിയന്ത്രണം വിട്ട് ബസ് മറിയുകയായിരുന്നു. മരത്തിൽ തടഞ്ഞു നിന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായിപ്പോയത്. 28 വിദ്യാർത്ഥികളും 4 മുതിർന്ന ആളുകളും ബസ്സിലുണ്ടായിരുന്നു. മർക്കസിലെ അധ്യാപകന്റെ മകന്റെ വിവാഹ സൽക്കാരത്തിന് പോകുമ്പോഴായിരുന്നു അപകടമുണ്ടായത്. ഹോസ്റ്റലിൽ താമസിക്കുന്നവരായിരുന്നു ബസ്സിലുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ. പരിക്കേറ്റ ആരുടെയും നില ഗുരുതരമല്ലായിരുന്നു. എന്തായാലും ഇടുക്കിയിലെ ഈ അപകടം അക്ഷരാർത്ഥത്തിൽ നടുക്കിയിരിക്കുകയാണ്. ഒരു മരണം ഉണ്ടായിരിക്കുകയാണ്. നിരവധി പേർക്ക് പരിക്ക് സംഭവിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.